ഏതോ ഒരു ഭാഗയ്ക്ക് കിട്ടിയ ഭാഗം ഏതാന്ന് ആൾക്കാരത്. ഓ ബാത്റൂം കഴുകുന്ന ബാത്റൂമിന്റെ ഭിത്തിയിലൊക്കെ ഇത് പിടിച്ച് ഒരു ചളി പിടിച്ചു കേട്ടോ. ഇത് കാണിച്ച് മുഷിപ്പിക്കുന്നില്ല. ഹായ് ഹലോ. അപ്പം ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ചയായിട്ട് ഇതെന്താ അതിനേരത്തേന്ന് വിചാരിക്കണ്ട, അതിനേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ചേട്ടായിക്ക് 5 മണി 5:30 ആവത്തേം പോകണമെന്ന് പറഞ്ഞിട്ടോ പണിക്ക്. എവിടെയോ വാർക്കയ്ക്ക് പൈപ്പ് ഇടാനുണ്ട്. അപ്പോൾ നേരത്തെ പോകണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണൊന്നും തുറക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ ആണ് കണ്ണ് തുറന്നത്. നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരോടും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചായ ഉണ്ടാക്കി, കട്ടൻ ചായ ഉണ്ടാക്കി. ഞാനാണ് കുടിക്കുന്നത് ഇല്ല കേട്ടോ. ചേട്ടായി കുടിക്കുന്നുണ്ട്. പക്ഷേ അത്ര രാവിലെ വീഡിയോ പിടിക്കുന്നത് അത്ര രാവിലെ എന്നല്ല. അല്ലെങ്കിൽ ചില സമയത്ത് ആൾ ഓക്കെ ആയിരിക്കും, ചില സമയത്ത് ആൾ ഓക്കെ അല്ലെങ്കിലോ. അപ്പോൾ എന്തിനാ വെറുതെ ഒരു നല്ലൊരു ദിവസം രാവിലെ തന്നെ ആളെ മൂഡ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീഡിയോ അങ്ങോട്ട് തിരിച്ച് പിടിക്കാതിട്ടത്. ഇത് പിന്നെ എന്തായാലും എനിക്കറിയാം ഇങ്ങോട്ട് നോക്കൂല. അപ്പോൾ ആളങ്ങനെ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടാ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ചായ കൂടിയും കഴിഞ്ഞ് കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അത്ര രാവിലെ ആയതുകൊണ്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു വളിച്ച ചിരിയും ചിരിച്ചിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ ഈ നേരം വെളുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്നു. ഞാൻ കുടുവിൻ്റെ അടുത്ത് ഞാൻ ആദ്യം ഓർത്തു നേരെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നേ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇത്തിരി നേരം കൂടെ കിടക്കാമെന്ന് ചോദിച്ചാൽ അവിടെ കിടന്നു. എന്നിട്ട് പിന്നെ മധുരക്കിഴങ്ങ് എടുത്താണ് കേട്ടോ. അപ്പം എന്നിട്ട് പിന്നെ ഞാൻ നിങ്ങളോട് എന്താ പറയുക ഇൻട്രോ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും ഒരു തുള്ളി പോലും സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ മധുരക്കിഴങ്ങ് ഞാനിതാ പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാത്തൊരു സൺഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ. അതായത് എങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് നടന്നു പോകട്ടെ എന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ പറിച്ച ചേന ഇതാണ് കേട്ടോ. നമ്മൾ ചേന ചാക്കിൽ നട്ട ചേനയാണ് കേട്ടോ. പറിക്കേണ്ട ഫുൾ വീഡിയോ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കയ്യിലില്ല. കാരണം ഒന്നാമത് ഫോണിന് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും ഞാനത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ഉടനെ അത് എന്ത് ചെയ്യും, ബാക്കി ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മധുരക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് അത് അലക്കാനുള്ള തുണി കൂട്ടി അടിച്ചു വാരിയപ്പം പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അങ്ങനെ നമ്മളെ മധുരക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, അമ്പടാ കണ്ടോ. മധുരക്കിഴങ്ങ് വെന്തു. അപ്പം ഇനി അവന്മാരൊന്നും എഴുന്നേക്കുന്നത് കാണുന്നില്ല. ചേന പറിച്ചിടമൊക്കെ അതിന് കാന്താരി ഇല്ല. ഉള്ള കാന്താരി ഇങ്ങ് പറിക്കാം. എന്നിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. മധുരക്കിഴങ്ങിന് ശരിക്കും ചമ്മന്തിയൊന്നും വേണമെന്നില്ല, മധുരം ഉള്ളതുകൊണ്ട്. ഇന്നുണ്ട് എല്ലാവർക്കും ചായക്ക് കടി രാവിലെ ഇഡ്ഡലി, ദോശ, അപ്പം ഒക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ശാന്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മാത്രമേ ശാന്തതയുള്ളൂ. അല്ലാത്തപ്പോൾ ജഗ പുകയായിരിക്കും. ചിരിയും സംസാരവും സൗണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. എടാ പോടാ വാടാന്നും പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിക്കണം, ഉറക്കെ സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ ആയിട്ടങ്ങനെ സമയം പോക്കണം. ഇതിപ്പോൾ ഒറ്റയ്ക്ക് പറയുമ്പോൾ എങ്ങനെയാല്ലേ. കുറച്ച് മുളക് കിട്ടിട്ടോ. നിലക്കാന്താരി ചമ്മന്തി ഇതാട്ടോ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയില്ല, വെളുത്തുള്ളി, ചുവന്നുള്ളി, കാന്താരി, വെളിച്ചെണ്ണ, ഉപ്പ്. അങ്ങനെ പിന്നെ അലക്കാനുള്ള തുണി ഞാൻ അവിടെ കൊണ്ട് വെച്ചുള്ളൂ. തലേദിവസം രാത്രി ഞാൻ അതായത് ശനിയാഴ്ച വൈകുന്നേരം എല്ലാം പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മധുരക്കിഴങ്ങായപ്പം ഞാനെന്ത് ചെയ്തു, എല്ലാവരും ഉറങ്ങാണ് കേട്ടോ, ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന്. അങ്ങനെ മധുരക്കിഴങ്ങും കാന്താരി മുളക് ചമ്മന്തിയും കൂട്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോഴേക്കും മോനൂസ് എഴുന്നേറ്റ് വന്നു കേട്ടോ. ഞാൻ ചായ കുടിക്കാൻ സമയമാകുമ്പോഴത്തേ അവൻ എഴുന്നേറ്റ് വന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് അവനെ നോക്കിയത്. അപ്പോൾ സത്യം പറഞ്ഞാലേ ഞാൻ നമ്മളെ ഷായിച്ചേട്ടൻ്റെ വിശേഷം പറയുന്നു കേട്ടോ. അതുപോലെ നമുക്ക് കമൻറ്റ് ഇട്ടിട്ട് റിപ്ലൈ അപ്പം തന്നെ കമൻറ്റിൽ റിപ്ലൈ തരുമല്ലോ, അങ്ങനെയുള്ള ഓരോരുത്തരുടെ കാര്യം പറയുന്നു. അപ്പം എടാ ഷായിച്ചേട്ടൻ പറഞ്ഞടാ, ഞാൻ പറഞ്ഞു ഷായിച്ചേട്ടനോട്, ഷായിച്ചേട്ടൻ ഈ വഴി വരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ പണിക്ക് പോവുകയാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് എന്താ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പോലും ഇവരോട് പറയുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ രാവും പകലും കഥ പറയണം, പക്ഷേ സംസാരിക്കുമ്പോഴാണ് നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം. നമുക്ക് സംസാരമാണ് പറ്റാത്തത്, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളത് കാര്യം സംസാരം. എന്തൊരു വിരുദ്ധ ഭാവം അല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ മധുരക്കിഴങ്ങ് കഴിച്ചു. എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പം നോക്കുമ്പം ഒന്നും സൗണ്ട് തീരെ കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മോനും അവനും വലിയ അവനോട് ചായ കുടിക്കാൻ പറഞ്ഞു. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറ് എടുത്തിറങ്ങി. മാറാലൊക്കെ തട്ടാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. മാറാലെ തട്ടി തന്നത് മോനൂസാണ് കേട്ടോ. അവന് പറഞ്ഞു അമ്മ ഞാൻ തട്ടിത്തരാന്ന് പറഞ്ഞു. ഒരുപാടൊന്നുമില്ല നമുക്ക്. ഞാൻ ആഴ്ചയിൽ എന്തായാലും എല്ലാ ആഴ്ചയും ഒന്ന് ചെറിയ രീതിയിലെങ്കിലും തട്ടി നമ്മൾ വൃത്തിയാക്കുന്നതാണ്. അപ്പം അങ്ങനെ മാറാല പിടിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞായറാഴ്ച ദിവസം ഇതൊക്കെ ഒന്ന് ചെയ്താലൊരു സമാധാനമാണല്ലോ. ഇന്നെന്താണെന്നറിയില്ല, വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. സൗണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് എനിക്കിങ്ങനെ ആവി ഇടുകയാണ്. ഞാൻ കട്ട് ചെയ്താണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. വല്ലാതെ ആവി ഇട്ട് പോവുക എന്താണോ. അങ്ങനെ പിന്നെ റൂമിൽ കയറി ബെഡിൻ്റെ വിരിയൊക്കെ ഒന്ന് നേരെയാക്കി. വിരി ഇവിടുന്ന് അവിടെ വരെ എത്തൂല കേട്ടോ. അപ്പം ഞങ്ങൾ ഷെഡിലായ സമയത്ത് നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും കൂടി കിടക്കാനും പാകത്തിനുള്ള കട്ടിൽ ചെറിയ 2 പടീൻ്റെ അത് കൂട്ടിയിട്ടതാണേ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തട്ടി, ഹാളും തട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഒക്കെ അത് പിന്നെ ഓരോരുത്തർക്ക് ഞാൻ ഓരോ പണി കൊടുത്തതാണല്ലോ. പിന്നെ അലക്കൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പനി പിടിച്ചപ്പോൾ ഒരു തീരുമാനം എടുത്തതാണല്ലോ. പക്ഷേ എന്നാലും നമ്മളെ മനസ്സ് ഞാൻ ഓർക്കാം കേട്ടോ. ചേട്ടായി അലക്കുന്നതാണോ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇതാണ് സ്ത്രീകൾ, ഇത്രേ ഉള്ളൂ സ്ത്രീകളല്ലേ. അന്നൊക്കെ വിഷമവും എല്ലാം കൂടെ വയ്യായ്ക എല്ലാം കൂടെ വന്നപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞെങ്കിലും, പക്ഷേ പിന്നീട് അവർ അലക്കുന്നത് കാണുമ്പോൾ തോന്നലാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല എന്നറിയാം, എങ്കിലും അങ്ങനെയാണ്, നമ്മളങ്ങനെയാണ്. ഇതിനിടയ്ക്ക് ആദ്യകൂട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. അവന് എലിയെ പോയിന്ന് കാണുന്നില്ല കേട്ടോ. കുറേ ഞാൻ വിളിച്ചു നോക്കി, ആളെ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവന് വേഗം തുമ്മാൻ തുടങ്ങി പൊടി അടിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, തോർത്തൊക്കെ കെട്ടിയിട്ട് ഞാൻ ഇറങ്ങി മൊത്തത്തിലൊന്ന് തട്ടാന്ന് ഓർത്തിട്ട്. അപ്പോൾ ജനലിൻ്റെ ചില്ലും കൂടിയൊക്കെ തുടയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജനൽ ചില്ല് ഞങ്ങൾ തുടച്ചിട്ടില്ല കേട്ടോ ഇന്നലെ. ബാക്കി മൊത്തം ഭാഗവും മാറാലയൊക്കെ തട്ടി വൃത്തിയാക്കി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ പിടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അരമണിക്കൂർ മേലെയുണ്ട് ഞാൻ ഇത്ര സ്പീഡ് കൂട്ടിയിട്ടിട്ട് തന്നെ. അപ്പം എന്താ പറയുക, കണ്ടിരിക്കാനുള്ളൊരു ക്ഷമ മനുഷ്യനുണ്ടാവില്ലല്ലോ. ആരെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത്ര സമയമൊന്നും കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടുകയാണ്. പിന്നെ നമ്മളെ പുറകുവശത്ത് ഉണ്ടില്ലേ സാധനങ്ങൾ, വേണ്ടത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് പുറകിലേക്കുള്ള സ്പേസ്. അപ്പോൾ ഇവിടെയാണ് അടുക്കള ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലം. അപ്പം ആ കാണുന്ന ഏരിയ ആണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം, അടുപ്പും കാര്യങ്ങളൊക്കെ നമ്മളിനി ഇവിടെ പണി വരുന്ന സമയത്ത് മുൻവശത്ത് കൊണ്ടുപോകേണ്ടി വരും. നമുക്ക് 5 സെൻറ്റ് സ്ഥലം നീളത്തിലാണ്, വീതി കുറവാണ്, നീളത്തിലാണ്. മുന്നിലും പുറകിലും സ്ഥലമുണ്ട്, സൈഡിൽ സ്ഥലം കുറവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തോർത്തൊക്കെ കെട്ടിയല്ലേ പറഞ്ഞത്, അത് തീരെയും കേൾക്കില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്തു, സോപ്പ് പൊടി കുറേ തുണിയുണ്ട് അലക്കാൻ. അപ്പം ആദ്യകൂട്ടൻ്റെതും വലിയ മോൻ്റെതും ഒക്കെ എന്ത് ചെയ്തു, സോപ്പ് പൊടിയിൽ ഇട്ട് കൊടുത്തു. വലിയ ആളോട് അവനോട് പറഞ്ഞു കേട്ടോ, അലക്കാൻ നീ അലക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ തുണികളും ആദ്യൻ്റെതും ഉണ്ട്. ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അലക്കിക്കോളാം, അപ്പം നീ ഒന്ന് കഴുകിയിടാൻ പറഞ്ഞപ്പോൾ അവനത് ചെയ്യാൻ മടിയില്ല കേട്ടോ. പക്ഷേ അവിടെ ഒരു മടിയുള്ള ഒരാളുണ്ട്, കണ്ടില്ലേ, മുകളിലേക്ക് കയറുകയാണ്. പുറത്തേക്ക് കയറാൻ നമുക്ക് നമ്മളെ സ്റ്റെപ്പിൻ്റെ അവിടെ നമ്മൾ അടുക്കള ഭാഗത്തേക്ക് പണി എടുക്കാനുള്ളത് കൊണ്ട് അന്ന് അവരവിടെ എന്തോ കോൺക്രീറ്റോ എന്തോ പണികൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കോണിക്കൂട് കെട്ടാൻ പറ്റില്ലാത്തതുകൊണ്ട് മുകളിലേക്ക് കയറാൻ പറ്റില്ല. നമ്മൾ അവിടെ അടച്ചിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യകൂട്ടൻ ഇങ്ങനെ പുറകിലെ കമ്പി കൂടെയൊക്കെ തൂങ്ങി കയറി മുകളിലേക്ക് പോകും.
അവനിങ്ങനെ മുകളിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. പിന്നെ പണ്ടത്തെ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് മുമ്പത്തെയാണ്. അത് കേടായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ മുകളിലിട്ടതായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവൻ കുറച്ച് മീനിനെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രിഡ്ജ് എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ആൾക്കുള്ളൂ. അതിന് വേണ്ടിയുള്ള ശ്രമം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയ മോൻ അലക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, വേഗം അടിച്ചു വാരിയിട്ട് അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞിട്ട് ബാക്കി പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചേട്ടനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ബിരിയാണി ആക്കാം. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു അന്ന് ആയിക്കോട്ടെ, ഇവിടെ ലേശം നെയ്ച്ചോറിൻ്റെ അരി ഇവിടെ ഉണ്ട്, നമുക്ക് അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു. ബിരിയാണി അരി അല്ല, നെയ്ച്ചോറിൻ്റെ അരി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചോറാക്കി വെക്കാം, ചെറിയ ചിക്കനും കൊണ്ട് വന്നു കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ ഓർത്ത് എന്താണെങ്കിലും ഞാനേതായാലും പണി 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. കുഴപ്പമില്ല, രാവിലെയാണല്ലോ. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. അപ്പോഴത്തേക്ക് എൻ്റെ പണികളൊക്കെ തീരും, പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഞാനും കരുതി. അങ്ങനെ വലിയ ആൾ അലക്കി കഴിയാനായപ്പോഴത്തേക്ക് ഞാനും മൊത്തത്തിലൊന്ന് അടിച്ചു വാരി. പിന്നെ നമ്മളെ സ്റ്റെപ്പിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇതെന്താ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് ചോദിക്കേണ്ട. നമ്മളെ ഭക്ഷണം വെച്ചതും പിന്നെ അവിടെ പുറത്ത് വെക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കുപ്പികളൊക്കെ കുറച്ച് ഞാൻ ഇവിടെ സ്റ്റെപ്പിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം ഇതിലെ മുകളിലേക്ക് കയറാനും ഇറങ്ങാനും എന്തായാലും പറ്റില്ല. അപ്പോൾ പിന്നെ തൽക്കാലം അവിടെ വെച്ചതാണ് കേട്ടോ. പുറത്ത് എന്താ പറയുക, എന്ത് സാധനം പുറത്ത് വെച്ചാലും കാക്ക കൊത്തി വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇത് കണ്ടില്ല, അവർ എന്താണെങ്കിലും വലിയ മെനക്കെട്ട് ഇറക്കി കേട്ടോ. പക്ഷേ അവൻ അപ്പം മോന് സോന അമ്മ ഒന്ന് വന്ന് പിടിക്കാൻ പറഞ്ഞു എന്നോടെ. കാരണം അവർക്ക് 2 ആൾക്കും വിചാരിച്ചത് നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ 3 ആളും കൂടി എന്തൊക്കെയോ കാണിച്ചത് താഴെ ഇറക്കി. എന്താ തിന്നണേ കൊടു? ഒന്നും തിന്നുന്നില്ല. ചെരുപ്പൊക്കെ എല്ലാവർക്കും തേച്ച് ചെയ്യണേ. ഇതിന്റെ ഇതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞേ. അങ്ങനെ അതെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ വേഗം നമ്മൾ തുടയ്ക്കാൻ നിന്നു കേട്ടോ. തുടയ്ക്കലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അകത്തുള്ള ക്ലീനിങ് ഒരുവിധമൊക്കെ കഴിയും. പിന്നെ നമുക്ക് വേഗം കുക്കിങ്ങിലേക്ക് ഇറക്കാം. അപ്പോഴത്തേക്കും ചേട്ടായി വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. 2 മണിക്കൂർ നേരത്തെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാൻ വാങ്ങി വരാം, അപ്പോഴത്തേക്കും ചോറൊക്കെ റെഡിയാക്കിക്കോ എന്നൊക്കെ പറഞ്ഞാണ് ആൾ. അപ്പോൾ ആ പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വേഗം നമ്മൾ ഇങ്ങനെയുള്ള പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് അങ്ങ് കയറാമല്ലോ. അപ്പം നമ്മൾ വേഗം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ഇതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇങ്ങനെ മാറാനും പിടിക്കാനും ഒന്നും ഇട വരില്ല നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോഴേ. സത്യം പറഞ്ഞാൽ എന്നും ചെയ്യുമ്പം അത് ഏറ്റവും നല്ലത്. എന്നും ചെയ്യാൻ പറ്റാത്തവർ ആഴ്ചയിലെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നന്നായിരിക്കും. കാരണം ഒരുപാട് അഴുക്ക് പിടിക്കില്ല. അതിന് മുമ്പേ തന്നെ വൃത്തിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്നും തുടയ്ക്കാറില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം വല്ലാതെ ചളിയുണ്ടെന്ന് തോന്നുവാണെങ്കിൽ തുടയ്ക്കും, അല്ലാത്ത പക്ഷം ഞായറാഴ്ച ദിവസം തുടയ്ക്കും കേട്ടോ. ചിലപ്പോൾ വൈകുന്നേരം ചെല്ലുമ്പോൾ വേറെ പണികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ പിന്നെ ഇവരെന്താണെങ്കിലും ഞാൻ ഓർത്തിരുന്നു കേട്ടോ, നമ്മൾ ഷെഡിൽ നിന്നൊക്കെ മാറി വാടക വീട്ടിൽ നിന്ന് വന്നപ്പം ടൈലിലൊന്നും ഞങ്ങൾ നിന്നിട്ടില്ലല്ലോ, താമസിച്ചിട്ടില്ല ടൈലിട്ട വീട്ടിലേ. അപ്പം ഇവരെല്ലാം ഇങ്ങനെ അഴുക്ക് പിടിക്കും, ചളിയൊക്കെ ചവിട്ടി കയറ്റുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അത് ചെരുപ്പിട്ടൊക്കെ പുറത്തിറങ്ങി പരമാവധി അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ മക്കൾ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ബാത്റൂമിലോട്ട് കയറിയപ്പം ബാത്റൂമിൻ്റെ ഭിത്തി ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആഴ്ചയിലൊന്ന് കഴുകുകയാണെങ്കിൽ നല്ലതാണ്. ഒന്നാമത് ഞങ്ങളെ ബാത്റൂമൊന്നും അധികം വീതിയില്ല. അപ്പം നമ്മൾ കുളിക്കുമ്പം ഈ സോപ്പും കാര്യങ്ങളെല്ലാം ഭിത്തിയിലോട്ട് തെറിക്കും. അപ്പോൾ അതിങ്ങനെ കിടന്ന് ഒരു ചളി പിടിച്ച പോലെ ആവും കേട്ടോ. അപ്പം നമ്മൾ എന്താണെങ്കിലും ഭിത്തിയൊക്കെ ഒന്ന് ഉരച്ച് കഴുകുന്നത് നല്ലതാണ്.
അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഭിത്തി മുഴുവനൊന്ന് പിന്നെ എൻ്റെ ലോഷനും കാര്യങ്ങളും തീർന്നിട്ട് ഞാനതെന്ന് ഈ പറഞ്ഞ പോലെ വാങ്ങാൻ മറന്നു പോകട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ സോപ്പ് പൊടി ഉണ്ടായിരുന്നു, അതിട്ടിട്ടാണ് കേട്ടോ ഭിത്തിയൊക്കെ തേച്ച് കഴുകിയത്. ഇന്നലെ എനിക്കത് ഭയങ്കര സമാധാനം തോന്നി, കാരണം മൊത്തം ഭിത്തിയും ഞാൻ തേച്ച് കഴുകാൻ പറ്റി കേട്ടോ. പിന്നെ ഒന്ന് ആദ്യക്കൂട്ടിന് മുട്ട, ഒന്ന് മോനിച്ചിന് മുട്ട, അത് കൊടുന്നു തിന്നോട്ടോ. അമ്മ ഇനി അലക്കട്ടെ. അങ്ങനെ പിന്നെ ഞാനിത് കഴുകലും തുടയ്ക്കലും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു മുട്ട 4 മുട്ട എടുത്ത് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ രാവിലത്തെ മധുരക്കിഴങ്ങ് തിന്നിട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ മനസ്സിലിങ്ങനെ സമാധാനക്കേടുണ്ട്, അയ്യോ വേറെ ഒന്നും കഴിച്ചില്ലല്ലോ എന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുട്ട പുഴുങ്ങിയിട്ട് കൊടുത്തിട്ടാണ് പിന്നെ വേഗം പിന്നെ പാത്രം കഴുകാൻ നിന്നു. പിന്നെ നേരെ അലക്കി കുളിച്ചിട്ട് അങ്ങോട്ട് കയറാം എന്ന് കരുതിയിട്ട്. അപ്പം ക്ലീനിങ് എല്ലാം കഴിയുകയും ചെയ്യും, നമ്മളെ പണികളും കുളികളും കാര്യങ്ങളെല്ലാം അതിൽ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബാത്റൂം കഴുകി നേരെ ഇറങ്ങി സോപ്പൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകിയ ശേഷം നമ്മൾ പാത്രങ്ങളും കൂടെ കഴുകിയിട്ട് പിന്നെ അലക്കാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ തോട്ടിൽ പോയി അലക്കുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ, പെട്ടെന്ന് അലക്ക് കഴിയും. കാലിത്തിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ, നിലത്ത് വെക്കാതെ വെള്ളത്തിൽ വെക്കാതെ ഇങ്ങനെ കല്ലിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് പരമാവധി. എന്നാലും എത്രയാണെങ്കിലും നമ്മൾ വെള്ളത്തിൽ ചവിട്ടണമല്ലോ, അപ്പോൾ വേദന കൂടുതലായിരുന്നു. ഇപ്പം ഇത്തിരി ഒരു ആശ്വാസമുണ്ട്, എന്നാലും എക്സസൈസൊക്കെ ചെയ്തിപ്പം വളരെ ചുരുക്കമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, മടി പിടിക്കാൻ ഇത്ര കാരണം കേട്ടോ. അങ്ങനെ ഞാൻ അലക്ക് തുടങ്ങിയിട്ടുണ്ട്. അലക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ആ കുക്കിങ്ങിലേക്ക് കിടക്കാം എന്നുള്ള ധാരണയിലായിരുന്നു. മുഴുവൻ തുണികളൊന്നും ഞാൻ അലക്കിയിട്ടില്ല കേട്ടോ. ബെഡ്ഷീറ്റും മുണ്ടും ഷർട്ടുകളും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, ഞാൻ അലക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഇടയിൽ അലക്കുന്ന വീഡിയോ ഒന്നും ഞാൻ പിടിച്ചിട്ടില്ല, പിന്നെ വെറുതെ ഞാനത് പിടിച്ചിട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാവരുടെ തുണി ഞാൻ അലക്കിയിട്ടില്ല. ഞാൻ ഒരു ബക്കറ്റ് തുണി ഞാൻ അലക്കി, ബാക്കി ചേട്ടായി തന്നെയാണ് കേട്ടോ കഴുകിയത്. പിന്നെ ഒഴിവുള്ള ദിവസം ഞായറാഴ്ച ഞാൻ എൻ്റെ തുണി അലക്കിക്കോളാം, അല്ലാത്ത ദിവസം പറ്റുന്ന സമയത്ത് ചേട്ടാ അലക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി അരി ഒന്നുമല്ല, നെയ്ച്ചോറിൻ്റെ അരി കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പം ചോറിനുള്ള വേഗം റെഡിയാക്കിയിട്ട് ചിക്കൻ വരുമായിരിക്കും, ചിക്കൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ശേഷം കഞ്ഞി കുടിച്ചോന്ന്, പൊടിയേരി കഞ്ഞി താൽക്കാലിക ആശ്വാസമാണ് ഞങ്ങൾ ചോറ് കാണുന്നത് വരെ. ആണോ? ഒരു ഗ്ലാസ് കുടിച്ചോടാ, ചുന് വേണ്ട വാ. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഞാൻ ആക്കിയിട്ടോ. ഇവിടെ വിശന്ന് വേറെ തുടങ്ങിയേ, ആളിതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇത് ബിരിയാണി അരി ഒന്നുമല്ല കേട്ടോ, ഇത് നെയ്ച്ചോറിൻ്റെ അരിയാണ്. നമുക്കുള്ളത് കൊണ്ടൊക്കെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ചോറ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ സവോള അരിഞ്ഞു, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതയ്ക്കാൻ വേണ്ടി നോക്കട്ടെ. ഇന്ന് എത്തുമായിരിക്കുമല്ലേ, പറഞ്ഞു പറ്റിച്ചാൽ കൊല്ലും ഞാൻ ഇന്ന്. കുറേ നേരമായി ഞങ്ങൾ വിളിക്കണം കേട്ടോ, ഇതുവരെ എത്തിയിട്ടില്ല ആള്. ഭഗവാൻ, ഇതെന്താ സാധനം? ചിക്കനോ? ചിക്കൻ പൊരിച്ചത്. നീ ഇതിലേക്ക് ഇട്ടാൽ മതിയില്ലേ? വലിയ ചെരുവം വേണമായിരുന്നില്ലേ ഇത് വഴറ്റാൻ? ഞാൻ ഏതായാലും കുക്കറിലാവണം വഴറ്റുന്നത്. മതി. ഈ ചിക്കൻ ഇങ്ങനെ കിട്ടുന്നുള്ളത് എനിക്ക് ആദ്യമായിട്ടുള്ള അറിവാട്ടോ. ഇതാ ഒരു കോഴിക്ക് 100 രൂപ. ഒരു കോഴിക്ക് 100 രൂപ എന്നല്ലേ ഇങ്ങോട്ട് പറഞ്ഞേ?
ഒരു കോഴി ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോന്നു നേരം വൈകിയത് കൊണ്ട്. ഞാനിപ്പോൾ ചിക്കൻ വരും എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ വന്നു. ഇനി നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കിട്ടാൻ മതി. ഒന്ന് വാങ്ങിക്കട്ടെ. ഒരു പാക്കറ്റ് ബിരിയാണി മസാല ഉണ്ട്. തൈര് വയ്ക്കാൻ അച്ഛൻ്റെ മസാലയാണ്. അച്ഛനാണ് ഇതെല്ലാം ഇട്ടത്. അതിനത് അച്ഛനകത്ത് എന്തൊക്കെ ഇട്ടെന്നറിയോ? കാബേജ്, ക്യാരറ്റ്, കക്കിരിക്ക, പിന്നെന്തൊക്കെയാ ഉള്ളി എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ. നാരങ്ങ ഞാൻ പിന്നെ വെച്ചായിരുന്നു. ഓ, ഒരു നാരങ്ങ ചോറിലും ഇതിലും കൂടെ ലേശം നാരങ്ങ വെച്ചു. ഇനിയിപ്പോൾ തൈര് വയ്ക്കണ്ടേ? മോനിച്ച് പറയണേ, ഈ മസാല കണ്ട് തിന്നാൻ തോന്നുന്നു. അട്ടാക്കില്ലല്ലോ, അട്ടാക്കില്ലായിരുന്നല്ലോ. എന്താവൂ? ഇനി തൈര് വയ്ക്കട്ടെ? ആ തൈര് ഇങ്ങ് തന്നാല് ലേശം കൂടി. ഇത് അച്ഛൻ്റെ വക തൈര്. ഇത് തൈര് കറിയാവോ? ഇത് മോര് കറിയാവോ? അതൊരു ബാധ്യതയായി. ഇങ്ങോട്ട് പോവും. പിടിക്കുവോ? എന്നിട്ട് അതിലേക്ക് മറ്റേ മസാല ഇടുമ്പോ ചോറും കൂടെ നീ അതിനകത്തേക്ക് ഇടുവോ? ഇത് ഞാൻ ഇളക്കുവാ. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആക്കി കൊണ്ടുവന്നിട്ട് നമ്മള് ഉണ്ടാക്കുന്നത്. വലിയ ചേരുവായിരുന്നു. ഇതിനകത്തേക്ക് ഇടുവാ. ഓക്കെ, ഇളക്കട്ടെ. ഇതിലേക്ക് കൊള്ളൂല. ഇത് ആ ചെരുവത്തിലേക്ക് ഇട്ടോട്ടെ. ഇത് കോരി ആ ചെരുവത്തിലേക്ക് ഇടാല്ലേ? ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം. ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട്, അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വാങ്ങി നേരെ ഇതിനകത്തേക്ക് ഇട്ടുണ്ടാക്കുന്നത് ആദ്യത്തെ അനുഭവമാണ്. ഞങ്ങളെ മസാല എന്താ, പക്ഷേ രസമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോടാ. എനിക്കങ്ങനെ തോന്നുന്നു. ഉപ്പ് കുറവുണ്ടോ? ഉപ്പ് കല്ലുപ്പാണ്. അലിഞ്ഞ് വരാൻ ലേശം സമയം എടുക്കും. കുറച്ചു നേരം അതിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ അല്ലേ? ഓക്കെ, ഇതാക്കി നോക്ക്. കൈ കൊണ്ട് തോണ്ടിയെടുക്ക്. എന്താ വേണ്ടേ? ഒന്നും വേണ്ട. രസമുണ്ടോ? യുറേക്ക. ഓ, വാട്ട് എ ബ്യൂട്ടി. അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്തിടാനൊന്നും ഇല്ല കേട്ടോ. ചോറൊക്കെ നല്ല. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തിനാന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. ചോറ് എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിയട്ടെ, ഒരു അരമണിക്കൂർ കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം. എന്തോ ഒരു ചോറ് ഇവിടെ ബാക്കിയുണ്ടെന്നുള്ളത്. ഇതിനകത്തേക്ക് ഇതിടാം. എന്നിട്ട് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും വറുത്തിടാനൊന്നുമില്ല. സവോള വറുത്തിടണോ? തൽക്കാലം നമുക്ക് ചെയ്യണ മതി. ആ ശരി. അപ്പൊ ഞാൻ ആരായി? എനിക്ക് ലെഗ് വേണം. അതിനൊരു കാര്യം, കുറച്ച് ഇവിടെ വെക്കുക. കുറച്ച് മസാല ഇങ്ങനെ കോരിട്ട് ഇവിടെ ഇടാം. കോരിട്ട് ഇവിടെ ഇട്ടിട്ട് ഈ ചോറ് അങ്ങോട്ട് തള്ളിയിടുക. നമുക്കിപ്പോൾ അതേ മാർഗമുള്ളൂ, പാത്രം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അല്ലെ കുറച്ച് ചെരുവത്തിലേക്ക് ഇങ്ങോട്ട് കോരിയാൽ മതിയായിരുന്നല്ലേടാ. ഫുള്ള്. അയ്യോ,
അങ്ങനെ ഞങ്ങളെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചൻ വന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചനൊരു കല്യാണം ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ തിരുവമ്പാടിയിൽ. കല്യാണം കഴിഞ്ഞിട്ട് അച്ഛൻ നേരെ വീട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടല്ല, കല്യാണം കൂടിയിട്ട്. അങ്ങനെ അപ്പം അച്ഛൻ വന്നപ്പോൾ ഉണ്ണിയപ്പം ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിശന്ന് നിൽക്കുമല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതൊക്കെ തിന്ന് തീർത്തു കേട്ടോ. അതിൽ പിള്ളേർക്ക് മക്കൾക്ക് കൊണ്ടുവന്ന മിഠായിയൊക്കെ അപ്പം തന്നെ തിന്നു എല്ലാവരും. പിന്നെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അച്ഛന് വെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ ബിരിയാണി സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മളെ മസാലയിൽ ചിക്കൻ കൊണ്ടുവന്ന് ഇട്ടിട്ട് ആ മസാല കിടന്ന് ചിക്കൻ വെന്ത് അങ്ങനെ ചിക്കന് ആ മസാല പിടിച്ചതായിരുന്നെങ്കിൽ എരിവ് ലേശം കുറഞ്ഞേനെ. പക്ഷേ എന്താ പറ്റിയെന്നറിയോ, ചിക്കൻ ഇങ്ങനെ പൊരിച്ച് ഓൾറെഡി മസാലയൊക്കെ പുരട്ടി കൊണ്ടുവന്ന ചിക്കനാണല്ലോ. അപ്പോൾ ആ മസാലേൻ്റെ എരിവും നമ്മളെ മസാലേൻ്റെ എരിവും കൂടി ആയപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. പക്ഷേ എല്ലാവരും കുളിച്ചാലേ ഞാൻ ചോറ് തരുള്ളൂ. മോനുച്ചൊക്കെ പോയി കുളിച്ചോ. ഫോണോട് വെച്ചേ മതി വെച്ചേ, ഒരു ദിവസം കൂടെ ഇനിയും വേണോ? അപ്പോൾ ബിരിയാണി തിന്നാൻ കഴിയില്ല, ബിരിയാണി തിന്നാൻ സ്ഥലം ഉണ്ടാവില്ല വയറ്റിൽ. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ, നമ്മളെ മസാലേൻ്റെ എരിവും ചിക്കൻ്റെ എരിവും ഇത്തിരി എരിവ് എല്ലാവരും മൂക്ക് വലിച്ചോണ്ടാണ് കേട്ടോ തിന്നത്. പൊതുവേ ഞങ്ങൾക്ക് എരിത്തിരി മതി കേട്ടോ. വീട്ടിലാരും എരിവ് അങ്ങനെ കൂട്ടൂല, എരിവ് അടുത്തൂടെ പോയാൽ മതിയേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എരിവ്. കുടു അവസാനം കുടുവിന് ബിരിയാണിയിൽ പഞ്ചസാര ഇട്ടിട്ട് കുടു ബിരിയാണി കഴിച്ചിട്ടോ. പക്ഷെ ഇന്നേക്ക് നല്ല, ഇന്ന് ഞാൻ നോക്കുമ്പോൾ ലേശം ബാക്കിയുള്ളത് നല്ലപോലെ ചൂടാക്കി എടുത്തപ്പം ഇന്ന് പാകത്തിനാട്ടോ എരിവ്. ഇന്നലെ എന്തായാലും വേണ്ടില്ല, എല്ലാവരും കൂടെ കുടു പറഞ്ഞു, കുടുവിന് വേണ്ടാന്ന് പറഞ്ഞു ആദ്യം കേട്ടോ. പിന്നെ കുടു വൈകിട്ട് എപ്പോഴൊക്കെ കഴിച്ചപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണിയിൽ പഞ്ചസാര ഇട്ട് കഴിക്കണത് കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, കുറേ എനിക്ക് തോന്നുന്നു എന്നോ പണ്ടെങ്ങാനും ഒന്ന് ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം ഒരു ബിരിയാണി ഉണ്ടാക്കി. പക്ഷെ അതിനകത്ത് എന്തൊക്കെയോ ചേട്ടാ, ക്യാബേജ് ക്യാരറ്റ് എല്ലാം ഇട്ടിട്ട് സംഭവം നല്ല രസമുണ്ടായിരുന്നു. മസാല കള്ള ചുമക്കല്ലേ കൊടു. പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ എരിവും അതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാൻ എരിവും ബുദ്ധിമുട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, പൈനാപ്പിൾ എടുത്ത് ചെത്തി. ആയില്ലേ, ഇപ്പോൾ വരാവേ. പൈനാപ്പിൾ എടുത്ത് ചെത്തി. പൈനാപ്പിൾ ചെത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു വിഷമം അങ്ങോട്ട് മാറ്റി. പൈനാപ്പിൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഞങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു, വട്ടത്തിൽ ഞങ്ങൾ പൈനാപ്പിൾ വന്നിട്ട് ബിരിയാണീൻ്റെ എരിവിൻ്റെ വേദന മറന്നു. ഇത് ചെത്തിയാൽ പിന്നെ ഒന്നുമില്ല. അതിന്റെ മോഡ് വാക്കേ കളുണ്ട്. ആദ്യം വാടാ കഴിച്ചക്ക. ആദ്യ കൂട്ടം എന്ത് ഭ്രാന്താണ് ആൾക്കാര് മീനിന്റെ പുറകെയാ ഉണ്ടാവും കേട്ടോ. ആദ്യം കഴിച്ചക്ക തിരി മേവാ തീർന്നേ. ഇത് കഴിഞ്ഞ് ഏതോ ഒരു ഭാഗയ്ക്ക് കിട്ടിയ ഭാഗം ഏതാന്ന് എടുത്തത്. അങ്ങനെ പൈനാപ്പിളൊക്കെ തിന്ന് ഞങ്ങൾ കുറച്ച് ഭാഗം പൊടിയുള്ളത് കുറച്ച് ഭാഗം മധുരമുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം മോനിച്ച് പറഞ്ഞു ഞാൻ അമ്മച്ചൻ്റെ കൂടെ പോവാണ്, കാരണം 2 ദിവസം ലീവാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ TV ഒന്നുമില്ല കേട്ടോ. സമയം പോക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഫോണെടുത്ത് ഗെയിം കളിക്കുന്ന കാണുമ്പോൾ ഞാൻ ചീത്തയും പറയും. അതുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ അമ്മച്ചൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു. വലിയ അമ്മച്ചൻ്റെ കൂടെ പോയി. കുടും ആദ്യകൂട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ അവർക്ക് സ്കൂളില്ല. അപ്പം ആദ്യകൂട്ടന് അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്, അച്ഛമ്മേൻ്റെ അടുത്തോട്ട്. ഞാനും കൂടും ജോലിക്കും പോന്നു.